ഹായ് എവരി വൺ, വെൽക്കം ടു കിച്ചൂസ് കിച്ചൺ. കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു കോക്കനട്ട് ഐസ്ക്രീമിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക. എനിക്ക് എന്റെ ഫസ്റ്റ് വീഡിയോനെ കുറിച്ചിട്ട് ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ പറഞ്ഞതിന്. പിന്നെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഫസ്റ്റ് വീഡിയോ ആയിട്ട് എന്താ മുഖം കാണിക്കാഞ്ഞ മോശമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് വേറെ ഒന്നുമല്ല, ഞാൻ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസിന്റെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോ ഇനി തൊട്ടുള്ള വീഡിയോയിൽ എന്തായാലും എന്റെ മുഖം കാണിക്കും. ഞാനപ്പോ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അറബിക് ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുവിധം എല്ലാ സ്ഥലത്തും, ഇപ്പൊ ഇവിടെ ആയാലും അതെ, നാട്ടിലായാലും അതെ, ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളപ്പോൾ ഷവർമ കഴിക്കാൻ തോന്നിയാൽ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കാറ്. എന്ത് സാധനവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നേക്കാളും നല്ലത് നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതല്ലേ. അതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു അറബിക് ഷവർമ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ബോൺലെസ് ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാനപ്പോൾ കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലൈസ് ആയിട്ട് ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരിട്ടു. ഇവിടെ 2 വെളുത്തുള്ളി ഇതാ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് 2 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കാം. വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ ദാ ജീരകം കുറച്ച് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു ടേബിൾ സ്പൂൺ ജീരകം ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ സ്പൂൺ ജീരകത്തിന് ഈ പൊടിച്ചു വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നട്ട്മഗിനെ ചതച്ചെടുത്തിട്ടുണ്ട്. നട്ട്മഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ ജാതിപത്രിയില്ലേ, അത് കുറച്ച് ഞാൻ ചെറിയൊരു ഇതിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, ക്യാപ്സിക്കം ഉണക്കി ചോപ്പ ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ് പാപ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തു നമ്മൾ. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണിൽ കുറച്ച് അറബിക് മസാല എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച അറബിക് മസാലയാണ് കേട്ടോ. അത് ഞാൻ ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ എന്താണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ ഇവിടെ സ്ലൈസ് ആയിട്ട് ഞാൻ ലെമൺ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതാ ഇങ്ങനത്തെ ലെമൺ അതിനെ ഇട്ട് കൊടുക്കാം. ഈ ലെമൺ തന്നെ വേണമെന്നില്ല, ഇത് വലിയ ലെമൺ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലെമൺ ആയാലും ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ആയാലും തൽക്കാലം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാവരുടെയിലും ഇപ്പോൾ ഒലീവ് ഓയിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. ഇനി അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനും നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1-2 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെ ഞാൻ ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിൽ. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാം. ഈ മീഡിയത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ലോയിലിടാം. ലോയിലിട്ടിട്ട് നമ്മുടെ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മളിതിൽ ലെമണിൻ്റെ പീസുകൾ ഇട്ടുണ്ടായിരുന്നല്ലോ, അതിനൊക്കെ എടുത്തിട്ട് മാറ്റാം. ഇനി നമുക്ക് ഷവർമ്മയ്ക്ക് വേണ്ട സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 3 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഞാൻ, 3 ടേബിൾ സ്പൂൺ. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കും. ഇനി ഒറിജിനൽ മയോണൈസ് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒഴിക്കാം. ഇനി 1 ടീസ്പൂൺ ഗാർലിക് മയോണൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷവർമ്മ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുബൂസിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുബൂസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷവർമ്മ ബ്രെഡ് കിട്ടും, അതായാലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കുബൂസിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷവർമ്മയുടെ സോസ് ഉണ്ടല്ലോ, അത് നമുക്ക് തേച്ച് കൊടുക്കാം. ഞാനിവിടെ ഇനി കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്, സോൾട്ടഡ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സോൾട്ടഡ് റാഡിഷ് എടുത്തിട്ടുണ്ട്, സോൾട്ടഡ് ആയിട്ടുള്ള മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. ഈ സോൾട്ടഡ് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് സോൾട്ടഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതിന് കുറച്ച് വിനീഗറും ചൂടുവെള്ളം കുറച്ച് ഉപ്പും മതി. അതിൽ നിങ്ങൾ വെജിറ്റബിൾസ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ നമ്മുടെ ഈ കുബൂസിലേക്ക്, ഈ സോസ് വെച്ചിട്ടുള്ള കുബൂസിലേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് കുറച്ച് ഈസിയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഈ സോൾട്ടഡ് മുളക് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമ്മുടെ ഷവർമ്മയ്ക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഷവർമ്മയെ റോൾ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഷവർമ്മേനെ ഈ ഒരു പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഷവർമ്മ എടുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഷവർമ്മനെ തവി വെച്ചിട്ട് പതുക്കെ പിടിച്ചിട്ട് ഒന്ന് മറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വന്ന് എടുക്കാം. ഒരു വാക്സ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഈ വാക്സ് പേപ്പറിലേക്ക് നമ്മുടെ ഷവർമ്മേനെ വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനായിട്ടും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു ഡെലീഷ്യസ് ആൻഡ് ടേസ്റ്റി ഫുഡായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം.